ആറ്റിങ്ങിലാണ് രേണുക അഭിലാഷ് ആറ്റിങ്ങിലാണ് പ്രവചനാതീതമായി മാറുന്നത്. ഇപ്പോഴും 1600ഓളം വോട്ടുകളുടെ ലീഡ് ബി ജോയിക്ക് ഉണ്ടായെങ്കിൽ പോലും ഓരോ റൗണ്ട് എണ്ണുമ്പോഴും കാര്യങ്ങൾ മാറി മാറി പറയുന്നു. അവിടെ ശ്രദ്ധേയമായ കാര്യം, മൂന്നാം സ്ഥാനത്തുള്ള വി മുരളീധരൻ കേവല വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ്, ഏതാണ്ട് 3000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഒന്നാം സ്ഥാനത്തുള്ള വി ജോയിയേക്കാൾ ഉള്ളത് എന്നതും പ്രധാനമാണ്. രണ്ടുപേർക്കും കൃത്യം 33% വോട്ടുകളാണ് ജോയിക്കുള്ളത്. 33.1 ചെറിയ ഒരു പെർസെന്റേജ് മാറ്റം മാത്രമേ ഉള്ളൂ. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആറ്റിങ്ങിലാണ്. 1% പോലും വ്യത്യാസം ഇതുവരെ കാണിക്കാൻ പറ്റുന്നില്ല. ആറ്റിങ്ങലിൽ 31% വോട്ടുകൾ ഉള്ളത് വി മുരളീധരനാണ്. അതായത് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഒരു സമയം വരെ ഉണ്ടായിരുന്നു അല്ലേ, അത് കഴിഞ്ഞാണ് പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അതുകൊണ്ട് ആറ്റിങ്ങലിൽ എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ് ആറ്റിങ്ങലിൽ. കേരളത്തിൽ 1 മുതൽ 3 വരെ സീറ്റുകൾ എന്ന് പ്രവചിച്ച സാഹചര്യം, അത് തിരുവനന്തപുരവും തൃശ്ശൂരും ഇത്തവണ എടുക്കും. മൂന്നാമത്തെ സീറ്റ് ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ അത് സാധ്യമേ അല്ല, അങ്ങനെ ഒരു കണക്കേ ഉണ്ടാകില്ല എന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആറ്റിങ്ങലിനടക്കം നടത്താൻ വി മുരളീധരനും സാധിച്ചിരിക്കുന്നു. ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ. ഫലപ്രഖ്യാപനത്തിന് മുൻപേ തിരൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിജയാഹ്ലാദം തുടങ്ങിയിരിക്കുന്നു. അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നു. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി സമദാനിയുടെ വിജയാഘോഷമാണ് തിരൂരിൽ നടക്കുന്നത്. എന്തായാലും റിസൾട്ട് UDF-ന് അനുകൂലം എന്ന് വരുന്നു സംസ്ഥാനത്ത് വീണ്ടും. അപ്പോൾ പോലും കഴിഞ്ഞ തവണത്തെ 19-ലേക്ക് എത്തില്ല എന്നൊരു സാഹചര്യം. മുസ്ലിം ലീഗ് ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങുകയാണ്. മലപ്പുറത്തും പൊന്നാനിയിലും ഇനി UDF പ്രവർത്തകർക്ക്, മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് കാത്തിരിക്കേണ്ടതില്ല, അവർക്ക് വിജയാഹ്ലാദം തുടരാം. എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലത്തിലെ UDF പ്രവർത്തകരും അത്തരത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും വിജയാഹ്ലാദത്തിലേക്ക് തന്നെ കടക്കാവുന്ന അന്തരീക്ഷം. കാരണം അത്രമേൽ വലിയ ഭൂരിപക്ഷം ആണ് ഈ മണ്ഡലം എതിർ സ്ഥാനാർത്ഥികളെക്കാൾ. 1377 വി ജോയിയുടെ ലീഡ് എന്ന് പറയുന്നത് 1377 നിസ്സാരമായ വോട്ടുകളുടെ ലീഡാണ് എങ്കിൽ പോലും അത് പ്രധാനമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ സീറ്റ് അല്ലെ LDF-ന് ആറ്റിങ്ങലിൽ കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷേ BJP 2 സീറ്റുകൾ ഏതാണ്ട് കേരളത്തിൽ ഉറപ്പിച്ച മട്ടുണ്ട്. 17-2-1 എന്ന നിലയിൽ പോവുക എന്നുള്ള നാണക്കേട് എത്രത്തോളം LDF-ന് ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെയാണ് ഈ ആറ്റിങ്ങൽ അവർക്ക് വീണ്ടും ഒരു തുരുത്താകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആറ്റിങ്ങൽ എന്ന് പറയുന്നത് LDF-ന്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. സമ്പത്ത് തുടർച്ചയായിട്ട് ജയിച്ചു വന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അട്ടിമറി നടന്നതാണ്. അവിടെ ജോയിക്ക് ഇപ്പോൾ സാധ്യത കൂടുതലാണ്. കാരണം അവസാനം എണ്ണുന്ന കുറെ ബൂത്തുകളെങ്കിലും LDF-ന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. എന്തായാലും ആറ്റിങ്ങലിലെ ഇടതുകോട്ടയിൽ പോലും ഇത്ര വലിയ മത്സരം കോൺഗ്രസിന് നടത്താൻ സാധിക്കുന്നു എന്നത് ശക്തമായ UDF തരംഗത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ ആറ്റിങ്ങൽ കേരളത്തിന്റെ ശ്രദ്ധയിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു സുരേഷ് ഗോപി. 8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 1,00,000-ന് പുറത്ത് ഭൂരിപക്ഷം ലീഡ് സുരേഷ് ഗോപി എത്തിക്കുന്നു. 1,00,000-നകത്ത് വോട്ടുകൾ മാത്രമാണ്. അതായത് രഞ്ജിത്ത്, കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയ വോട്ടുകൾ അനുസരിച്ച് 2,90,000 വോട്ടുകൾ സുരേഷ് ഗോപി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വോട്ടുകളുടെ ലീഡാണ് തൃശ്ശൂരിൽ. 58,000 വോട്ടിന്റെ ലീഡ്. തീർച്ചയായും ലീഡ് 58,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നുള്ള വിലയിരുത്തലായിരുന്നു. അവിടെ 58,000 വോട്ടുകളുടെ ലീഡ് എന്നൊക്കെ പറയുമ്പോൾ 10% കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സുരേഷ് ഗോപി നേടിയിരിക്കുകയാണ്. അതായത് 40%-ലേക്ക് ഒരു മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് വിഹിതം 40% വരുന്നു എന്നുള്ളത് അപൂർവങ്ങളിൽ അത്യപൂർവം അല്ലേ? അതോടൊപ്പം മണ്ഡലത്തിൽ നമുക്കറിയാം ജാതി സമുദായ സമവാക്യങ്ങളുടെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലുള്ള സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് അവിടെ ഇത്ര വലിയ വിജയം നേടുക. കാര്യം ആദ്യ ഘട്ടം മുതൽ സുരേഷ് ഗോപി മുന്നിലായിരുന്നു, ആദ്യ റൗണ്ട് മുതൽ മുന്നിലായിരുന്നു, ക്രമാനുഗതമായി ഭൂരിപക്ഷം കൂട്ടി. കഴിഞ്ഞ തോൽവിക്ക് ശേഷം ആ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഈ അസാധ്യം എന്ന് തോന്നുന്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 50,000-ന് പക്ഷേ പത്തനംതിട്ടയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ആന്റണി തന്നെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ശരണം വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയുന്നു. 347-ലേക്ക് ആറ്റിങ്ങലിൽ കുറയുന്നു. അപ്പോൾ ആറ്റിങ്ങൽ എന്തും സംഭവിക്കാം. 57 എന്ന രീതിയിൽ
രഞ്ജിത്ത്, ഒരുപക്ഷെ ഈ വോട്ടെണ്ണലിൽ അവസാന വോട്ട് വരെ എണ്ണിത്തീരുമ്പോൾ മാത്രം ഫലം എന്ത് എന്നറിയാൻ സാധിക്കുന്ന മണ്ഡലമായി മാറുകയാണ് ആറ്റിങ്ങൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഓരോ നിമിഷവും ലീഡുകൾ മാറിമറിയുന്നു, ഓരോ മുന്നണിക്കും ലീഡ് മാറിമറിയുന്ന മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നു. ആലത്തൂരും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും മാത്രമാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ തവണ അരൂരിനായി കാത്തിരുന്നത് പോലെ ഇത്തവണ ആറ്റിങ്ങലിന് വേണ്ടി കാത്തിരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഓരോ വോട്ടും നിർണായകമാകുന്നു. 349 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം ബി ജോയിക്ക് ഇപ്പോൾ അതിന്റെ മാത്രം ലീഡാണ്. മറ്റൊന്ന് കണ്ണൂരിലാണ്. കെ സുധാകരൻ 40,000-ന് മുകളിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം സംരക്ഷിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 40,000-ന് മുകളിലേക്ക് വോട്ട്. അവിടെ ധർമ്മടത്തുൾപ്പെടെ കെ സുധാകരന്റെ ലീഡ് എന്ന വാർത്തയാണ് വരുന്നത്. അമിത്ഷായുടെ ലീഡ് 5.5 ലക്ഷമാണ്. 5.5 ലക്ഷം വോട്ടുകൾ ലീഡ് അമിത്ഷായ്ക്കുണ്ട്. ഇനി 4 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. 4 ലക്ഷം വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴാണ് അല്ലേ 5 ലക്ഷം വോട്ടിന്റെ ലീഡ് അമിത്ഷായ്ക്ക് വന്നിരിക്കുന്നത്. വൻ വിജയമാണ്. മത്സരം ഇല്ല എന്ന് തോന്നുന്നു. ഓരോ ഘട്ട വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോഴും ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഈ ലീഡ് ഉയരുന്ന ഒരു കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്ത് എന്നുള്ളത്. 24,118 ലീഡ് 50,000 കടന്നിരിക്കുന്നു. ഇനി നമുക്ക് അഭിലാഷ് നമുക്ക് 2 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് തോന്നുന്നു. ആറ്റിങ്ങലും തിരുവനന്തപുരം രണ്ടിടത്തും അവസാന റൗണ്ടുകളിലേക്ക് വോട്ടെണ്ണൽ മാറുകയാണ്. ആറ്റിങ്ങലിൽ നിസാര വോട്ടുകൾ അല്ലേ 349 വോട്ടിന്റെ ലീഡ് മാത്രമാണ് വി ജോയ്ക്കുള്ളത്. തിരുവനന്തപുരത്ത് 24,000 വോട്ടുകളുടെ ലീഡ് ഇതിനകമുണ്ട്. 24,118. അവസാന റൗണ്ടുകൾ പ്രധാനമാണ് തിരുവനന്തപുരത്ത്. അത് 2014 നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന് പ്രത്യേകത ഈ ക്രമാനുഗതമായി ഒരു ഭൂരിപക്ഷം ഉയർത്തിയ ഒരു BJP സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. കാരണം രാജഗോപാൽ 2014 നടത്തിയ പ്രകടനത്തെക്കാൾ മെച്ചമാകുന്ന പ്രകടനമാണ് രാജീവ് നടത്തുന്നത് മാത്രമല്ല പക്ഷേ അപ്പോഴും സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന UDF-ന്റെ ഒരു പൊതുപ്രതീക്ഷയുണ്ടല്ലോ. ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ അതായിരുന്നല്ലോ പലപ്പോഴും ഇങ്ങനെ കൊതിപ്പിച്ചു നിർത്താറുണ്ട് BJP പ്രവർത്തകരെ തിരുവനന്തപുരം. എന്നും തരൂരിനെ പിന്തുണച്ചിട്ടുള്ള ഇടങ്ങൾ അവിടെ വിശ്വാസം അർപ്പിക്കുകയായിരിക്കും തരൂർ ഇപ്പോഴും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു രീതി അല്ല ഈ സംസ്ഥാനത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ ആയി വന്നത്. തൃശ്ശൂരിൽ സംഭവിച്ചത് അത്ഭുതമാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പക്ഷേ അത്യത്ഭുതം സംഭവിച്ചേക്കാം. അത്തരത്തിലാണ് തീരദേശ മേഖലകൾ പോലും മാറി ചിന്തിച്ചേക്കാം. അത്തരത്തിലുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വേണ്ടുന്ന പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തും ഒക്കെ വോട്ട് കൂടുന്നുണ്ട് BJPക്ക്. അത് സ്വാഭാവികമായ അതല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും റൗണ്ടിൽ വോട്ടുകൾ കുറയേണ്ട ഒരു സമയമായി, ലീഡ് നില കുറയേണ്ട സമയമായി. അതുണ്ടായിട്ടില്ല. അപ്പോൾ അവസാനം തീരദേശ മേഖലയിലെ മറ്റു ബൂത്തുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ലീഡ് നില ഉയർത്തുകയോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടാവുകയോ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മുന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബുദ്ധിമുട്ടാണ്. തരൂർ ഇൻ ബാക്ക് ഫുട്ട് ഇല്ലേ? അതെ, തരൂർ തീർച്ചയായിട്ടും ഇപ്പോൾ പുറകോട്ടാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. രാജീവ് ചന്ദ്രശേഖർ ഓരോ റൗണ്ടിലും മുന്നേറുന്ന പശ്ചാത്തലമുണ്ട്. പുതിയ ലീഡ് നില കിട്ടിയാൽ ദയവായി 250 വോട്ടുകൾ 250 വോട്ടുകൾക്ക് ബി ജോയ് മുന്നിൽ. വെറും 250. സമീപകാല ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്ന്. പാലക്കാട് 2009 സംഭവിച്ചിരുന്നു അല്ലേ? MP രാജേഷും സതീശൻ പാച്ചേനിയും തമ്മിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിലൊരു സംഭവമാണ്. ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 250 വോട്ടുകൾക്ക് മാത്രം ബി ജോയ് മുന്നിട്ട് നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മത്സരം. ആറ്റിങ്ങൽ ആർക്ക് അനുകൂലമാകും? അത് ഇടത് പക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ